യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ അതിനാടകീയമായി അറസ്റ്റ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിന്റെ രണ്ടാമത്തെ വൈദ്യപരിശോധന ഇപ്പോൾ പൂർണ്ണമായിരിക്കുകയാണ്. വൈദ്യപരിശോധനയിൽ രാഹുലിന്റെ രക്തം കട്ട പിടിക്കുന്നത് അല്ലാതെ മറ്റു പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുലിന് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ ഒരു വിവരം എന്താണെന്നുള്ളത് അറിയാം. ജാമ്യ ഹർജിയിൽ വിധി ഉടൻ തന്നെ ഉണ്ടാകും. രാഹുൽ റിമാൻഡിലേക്കാണോ എന്താണ് എന്നതിനെ പറ്റിയുള്ള ഒരു വിവരം ഇപ്പോൾ തന്നെ ലഭ്യമാകും. 2 തവണ വൈദ്യപരിശോധന നടത്തിയിരുന്നു. രണ്ടാമത്തെ തവണയും കാര്യമായ പ്രശ്നങ്ങളില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കോടതി ഏത് തീരുമാനത്തിലേക്കാണ് എത്തുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി കോടതിക്ക് സമീപത്ത് നിന്നും ചേരുന്നുണ്ട്. അമൽ, എപ്പോഴറിയാൻ സാധിക്കും ഈ ജാമ്യ ഹർജിയിലെ വിധി? കോടതി നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് അക്ഷയ മനസ്സിലാക്കാനാവുന്നത്. അല്പസമയത്തിനകം തന്നെ രാഹുലിന് ജാമ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാകും. ഈ ജാമ്യ ഹർജി പരിഗണിച്ചപ്പോൾ പല വിധത്തിലുള്ള വിഷയങ്ങൾ പരിഗണിച്ചു പോയിരുന്നു. അതാണ് ഇത്രയധികം ഈ നടപടി വൈകാൻ കാരണം. ഒന്ന്, രാഹുലിൻ്റെ ആരോഗ്യ പ്രശ്നം എന്നുള്ളൊരു കാര്യം അവിടെ നിൽക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് വീണ്ടും ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടോ എന്ന് കണ്ടെത്താനായി 2ാം വട്ടം വൈദ്യപരിശോധന നടത്തുകയാണ്. ജനറൽ ആശുപത്രിയിൽ ചെന്ന് വൈദ്യപരിശോധന നടത്തി രാഹുലിനെ വീണ്ടും കോടതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആ വൈദ്യപരിശോധന റിപ്പോർട്ട് കോടതിക്ക് മുൻപാകെ എത്തിയിരിക്കുന്നു. വൈദ്യപരിശോധന റിപ്പോർട്ടിൽ പറയുന്നത് രാഹുലിന് ബ്ലഡ് ക്ലോട്ടിങ്ങിനുള്ള മരുന്ന് കഴിക്കേണ്ട പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഈ വൈദ്യപരിശോധന റിപ്പോർട്ടിൽ പറയുന്നത്. മറ്റു ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ രാഹുലിനില്ല എന്നുള്ള കണ്ടെത്തൽ ഇപ്പോൾ ഈ കോടതിക്ക് മുൻപാകെ, വൈദ്യപരിശോധനയിലെ കണ്ടെത്തൽ കോടതിക്ക് മുൻപാകെ എത്തിയിരിക്കുന്നു. സ്വാഭാവികമായും ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തപ്പെട്ടിട്ടുള്ള കേസാണ്. അതിനാൽ തന്നെ സാധാരണ നിലയിൽ ഇത്തരം കേസുകൾ വരുമ്പോൾ കോടതിയിൽ നിന്നും റിമാൻഡ് ചെയ്യുന്നൊരു നടപടിയാണ് സാധാരണ നിലയിൽ ഉണ്ടാകുന്നത്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ ചില അസാധാരണമായ കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ എന്തിനാണ് ഇത്ര വേഗത്തിലുള്ള അറസ്റ്റ് നടപടി എന്നുള്ളൊരു ചോദ്യം വരുന്നു. രാഹുലിനെ പുലർച്ചെ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്യുന്നു. മാത്രമല്ല, കഴിഞ്ഞ 20 ദിവസം പുറത്തുണ്ടായിരുന്ന ആളാണ്, സജീവമായി ഉണ്ടായിരുന്ന ആളാണ്. റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കോടതിയിൽ കൃത്യമായി പ്രതിഭാഗം ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായും പറയുന്ന കാര്യം, പോലീസിന് കിട്ടിയ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ടയിലെ വീട്ടിലെത്തി രാഹുലിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ്. ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കലോത്സവ വേദിയിൽ സജീവമായിരുന്നു രാഹുൽ. പല മാധ്യമങ്ങൾക്കായി അഭിമുഖവും നൽകിയിരുന്നു. അങ്ങനെയുള്ള രാഹുലാണ്. ആ രാഹുലിനെ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ് എന്നുള്ളതാണ് പ്രതിഭാഗം ചോദിച്ച ചോദ്യം. അതൊരു വിഷയമായി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ജാമ്യം ലഭിക്കാനുള്ള മറ്റൊരു സാധ്യതയായി നിലനിൽക്കുന്നത് ഈ കേസിലെ 1ാം പ്രതി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, 2ാം പ്രതി പാലക്കാട് എം എൽ എ ഷാഫി പറമ്പിൽ, 3ാം പ്രതി കോളം എം എൽ എ എം വിൻസെന്റ്, ഈ 3 പേരും പുറത്തു നിൽക്കുകയാണ്. ആ 3 പേരും പുറത്തു നിൽക്കുമ്പോൾ എന്തിനാണ് 4ാം പ്രതിയുടെ അറസ്റ്റ് ഇത്ര വേഗത്തിലാക്കിയത് എന്നുള്ളതാണ് ഈ പ്രതിഭാഗം ചോദിക്കുന്ന ഒരു ചോദ്യം. അതും കോടതി കണക്കിലെടുക്കുമോ എന്നാണ് അറിയേണ്ടത്. അതോടൊപ്പം തന്നെ പ്രതികളെ സാക്ഷികളെ രാഹുൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു കാര്യം കൂടി ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പ്രതിഭാഗം ചോദിക്കുന്ന മറുചോദ്യം എന്ന് പറയുന്നത്, ഈ കേസിലെ 1ാം പ്രതി പ്രതിപക്ഷ നേതാവ്, 2ഉം 3ഉം പ്രതികൾ എം എൽ എ, അങ്ങനെ 4ാം പ്രതിയായ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷന് ഉള്ളതിലും എത്രയോ അധികം സ്വാധീനം ഈ മറ്റാളുകൾക്കുണ്ട്. അപ്പോൾ അവരുടെ അറസ്റ്റിലേക്ക് പോകാതെ പിന്നീട് രാഹുലിൻ്റെ അറസ്റ്റിലേക്ക് വേഗത്തിൽ പോയത് എന്തിന് എന്നുള്ളതാണ് ചോദിക്കുന്നത്. മാത്രമല്ല, പ്രതിഭാഗം ഈ ജാമ്യത്തിനായി ഉന്നയിക്കുന്ന മറ്റൊരു വാദം എന്ന് പറയുന്നത്, ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസ് നേരത്തെ ഉണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ വ്യാജ തെരഞ്ഞെടുപ്പ് ID കാർഡുകൾ ഉപയോഗിച്ച് വോട്ട് ചെയ്തു എന്ന ആരോപണം, അതുമായി ബന്ധപ്പെട്ട കേസെല്ലാം രാഹുലിനെതിരെ നിലനിൽക്കുന്നുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനായി വിളിച്ച് അന്ന് തന്നെ ഹാജരായ ആളാണ് രാഹുൽ. പൊതുമധ്യത്തിൽ സജീവമായി നിൽക്കുന്ന ആളാണ് രാഹുൽ. അതിനാൽ തന്നെ ഇങ്ങനെ വേഗത്തിലുള്ള അറസ്റ്റിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രതിഭാഗം കോടതിയോട് പറയുന്നത്. കോടതി അത് എത്രത്തോളം കാര്യമായി എടുക്കും എന്നറിയില്ല. എന്തായാലും തീരുമാനം അല്പസമയത്തിനുണ്ടാകും. ഇത്തരത്തിൽ ഈ പൊതുപ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സമീപകാലത്തെ ചില കേസുകൾ പരിശോധിച്ചാൽ അവർക്ക് ജാമ്യം കിട്ടിയ കാര്യം കൂടി പരിശോധിക്കണം. അത് ഇത്തരത്തിലുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയ കേസായി നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ പ്രധാനപ്പെട്ട കേസുകൾ തന്നെയായിരുന്നു. ശബരിനാഥനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ശബരിനാഥൻ അന്ന് കോടതി ജാമ്യം കൊടുത്തിരുന്നു. മഞ്ചൂർ കോടതിയിൽ നിന്നും ജാമ്യം കിട്ടിയിരുന്നു. PC ജോർജിനെ അറസ്റ്റ് ചെയ്ത് പൂഞ്ഞാറിൽ നിന്നും തിരുവനന്തപുരത്ത് എത്തിച്ച്, അതും കണ്ടോൺമെൻറ് പോലീസ് തന്നെ, അത് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അന്ന് PC ജോർജിനും ജാമ്യം കിട്ടിയിരുന്നു. അങ്ങനത്തെ ചില മുൻ ചരിത്രങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കോടതി എന്തെല്ലാം കാര്യങ്ങളാണ് പരിഗണിക്കുക, എന്തെല്ലാം കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാകും ഈ ജാമ്യാപേക്ഷയിൽ ഒരു വിധി പറയുക എന്നുള്ളത് അറിയാൻ നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കണം. പക്ഷേ നേരത്തെ നടന്നിരിക്കുന്നതൊക്കെ ഇങ്ങനെയാണ്. ഈ സമരവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പോലീസുകാർക്ക് പരിക്കേറ്റിരുന്നു. അത് സംബന്ധിച്ച വകുപ്പുകളെല്ലാം ചുമത്തിയിട്ടുണ്ട്. PDPP ഉണ്ട്, പോലീസുകാരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തലുണ്ട്, അന്യായമായ സംഘം ചേരലുണ്ട്, പോലീസുകാരെ ആക്രമിക്കലുണ്ട്, പോലീസുകാരുടെ കൈവശമുണ്ടായിരുന്ന ഷീൽഡുകൾ, ലാത്തികൾ, ഇതെല്ലാം തല്ലിത്തകർക്കലുണ്ട്. അങ്ങനെ നിരവധി ഗുരുതരമായ വകുപ്പുകളാണ് ഈ ചുമത്തിയിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ നിൽക്കുമ്പോഴും
ഈ മറ്റ് പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ രാഹുലിനെ അറസ്റ്റ് ചെയ്ത് എന്നതൊരു ചോദ്യം മാത്രം ഉന്നയിക്കുകയാണ്. സാധാരണ നിലയിൽ ഇത്തരം ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കോടതിയിലേക്ക് എത്തുന്ന ഒരു കേസാണെങ്കിൽ, പൊതുമുതൽ നശിപ്പിക്കലടക്കമുള്ള പോലീസിനെ ആക്രമിച്ചതടക്കമുള്ള കേസുകളാണെങ്കിൽ ജാമ്യം ലഭിക്കാൻ ഒരുവിധ സാധ്യതയും ഇല്ലാത്ത കേസാണ്. പക്ഷേ ഈ കേസിൽ ഇത്തരം ചില കാര്യങ്ങൾ കൂടി, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ കൂടി പ്രതിഭാഗത്തിന് വാദിക്കാനായി ലഭിക്കുന്നു എന്നുള്ളത് മാത്രമാണ് കാണേണ്ടത്. അക്ഷയ, അമൽ, നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ രാഹുലിന്റെ അറസ്റ്റ് തന്നെ രാവിലെ മുതൽ അതിനാടകീയമായിട്ടായിരുന്നു അറസ്റ്റ് ഉണ്ടായിരുന്നത്. മാത്രമല്ല പ്രോസിക്യൂഷൻ ശക്തമായിട്ടുള്ള വാദങ്ങൾ കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഹുലിന് ജാമ്യം നൽകുകയാണെങ്കിൽ അത് സമൂഹത്തിന് തന്നെ തെറ്റായ സന്ദേശം നൽകുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് ഈ അറസ്റ്റ് ചെയ്ത നടപടി തന്നെ നമ്മൾ പോലീസ് രാജ്യം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്ര തിടുക്കപ്പെട്ടല്ലെങ്കിൽ ഈ തരത്തിൽ അറസ്റ്റ് ചെയ്തു, അങ്ങനെ ഒരു നാടകീയമായ രംഗങ്ങൾ ഉണ്ടാക്കി എന്നുള്ള ഉൾപ്പെടെ ഒരുപാട് ചോദ്യങ്ങളുമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രോസിക്യൂഷൻ എന്തായാലും ശക്തമായ നിലപാട് കോടതിയിൽ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ പൊതുമുതൽ നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ രാഹുലിനെതിരെ ചുമത്തിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലൊക്കെ നിയമപരമായി രാഹുലിന് ജാമ്യം ലഭിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ എത്രയാണ്? അക്ഷയ, അതിശക്തമായ വാദപ്രതിവാദങ്ങളാണ് കോടതിക്കകത്ത് നടന്നത്. പ്രോസിക്യൂഷൻ കൃത്യമായി തന്നെയുള്ള കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിച്ചു. അതായത് ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലല്ല, മറ്റ് ഈ അന്ന് നടന്ന സംഭവവികാസങ്ങൾ എന്ത് എന്ന് കൃത്യമായി കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട് പ്രോസിക്യൂഷൻ. അതായത് അന്ന് മാർച്ചായി എത്തിയ ശേഷം വേഗത്തിൽ പ്രതിപക്ഷ നേതാവ് മടങ്ങിയ ശേഷം, ഈ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് മടങ്ങിയ ശേഷം അവിടെ അക്രമ സംഭവങ്ങളുണ്ടായി. അക്രമ സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ പ്രകോപനമില്ലാതെ പോലീസിന് നേരെ തുടരെ ആക്രമണമുണ്ടായി. സെക്രട്ടേറിയറ്റിനകത്തുണ്ടായിരുന്ന വനിതാ പോലീസുകാർ അടക്കമുള്ളവർക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പട്ടിക കഷ്ണങ്ങളുമായി ആക്രമണം നടന്നു. ആ ആക്രമണത്തിനിടയിൽ അവരുടെ കൈവശമുണ്ടായിരുന്ന ഷീൽഡുകൾ, ലാത്തികൾ എല്ലാം തകർക്കപ്പെട്ടു. പോലീസ് വാഹനത്തിന് നേരെ ആക്രമണം നടന്നു. പോലീസ് വാഹനത്തിൻ്റെ ചില്ല് തകർത്തു. അതോടൊപ്പം തന്നെ പിരിഞ്ഞു പോയ പ്രവർത്തകരെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പരാമർശങ്ങൾ രാഹുലിനെതിരെയുള്ളത്, ഒന്ന് പട്ടിക കഷ്ണങ്ങളുമായി രാഹുൽ ഈ പോലീസുകാരെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ളതും, മറ്റൊന്ന് ഈ പിരിഞ്ഞു പോയ വനിതാ പ്രവർത്തകരെ അടക്കമുള്ളവരെ മുന്നിൽ നിർത്തി പോലീസിനെ ആക്രമിച്ചു എന്നുള്ളതുമാണ് ഏറ്റവും ഗുരുതരമായ രണ്ട് പോലീസ് ആരോപണം ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ പ്രതിപക്ഷ നേതാവ് അടക്കം ഈ പ്രവർത്തകരെ പ്രതിപക്ഷ നേതാവിൻ്റെ 27-ാം നമ്പർ ഔദ്യോഗിക വാഹനത്തിലാണെന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത വനിതാ പ്രവർത്തകരെ അവിടെ നിന്ന് മോചിപ്പിക്കുന്നത്. അപ്പോൾ ആ മോചിപ്പിക്കാനടക്കം നേതൃത്വം നൽകുന്നതിൽ ഈ പ്രതിക്കും പങ്കുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. രാഹുലിനും പങ്കുണ്ട് മറ്റുള്ളവർക്കൊപ്പം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ആ പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾക്ക് കൃത്യമായ മറുപടി പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഇത് സംബന്ധിച്ച ദൃശ്യങ്ങൾ, അന്ന് നടന്ന സംഘർഷത്തിൻ്റെ ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ കോടതിയിൽ പ്രോസിക്യൂഷൻ എത്തിച്ചിട്ടുണ്ട്. കോടതി അതെല്ലാം പരിശോധിച്ചിട്ടുമുണ്ട്. ആ ദൃശ്യങ്ങൾ അക്ഷയയുടെ മനസ്സിലൊന്നുണ്ടാകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയ തോതിലുള്ള സംഘർഷമായിരുന്നു. സമീപകാലത്തൊന്നും സെക്രട്ടേറിയറ്റ് കാണാത്ത അത്ര വലിയ ഒരു ക്രമസമാധാന പ്രശ്നം അന്ന് അവിടെ ഉണ്ടായി. വലിയ തോതിലുള്ള മർദ്ദനം പോലീസിന് പല ഘട്ടങ്ങളിലായി ഏൽക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയുള്ള ഗുരുതരമായ ഒരു കേസാണ്. അതിനാൽ തന്നെ ഈ മറ്റ് പ്രതികൾ പുറത്തു നിൽക്കുന്നു, അല്ലെങ്കിൽ ഇത്രയും വൈകിയത് എന്തിനാ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതൊക്കെ പരിഗണിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. കാരണം ഇത്രയും പ്രധാനപ്പെട്ട ഒരു കേസ് എന്നുള്ള നിലയ്ക്ക് ഒരുപക്ഷെ കോടതി അതിൻ്റെ ഗൗരവത്തിൽ തന്നെ അതിനെ കാണുകയാണ് എങ്കിൽ ഒരുപക്ഷെ ഇത് റിമാൻഡിലേക്ക് പോകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കോടതിയിൽ എന്തായാലും നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ കോടതിയുടെ തീരുമാനം അറിയാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അക്ഷയ, അല്പസമയത്തിനകം തന്നെ എന്താണ് ജാമ്യ ഹർജിയിലുള്ള തീരുമാനം എന്ന് നമുക്കറിയാൻ സാധിക്കും. എന്തായാലും രാഹുലിന്റെ രണ്ടാമത്തെ വൈദ്യപരിശോധനയും പൂർണ്ണമായപ്പോൾ രാഹുലിന്റെ രക്തം കട്ട പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ ആ രോഗാവസ്ഥയ്ക്ക് മരുന്ന് കഴിച്ചാൽ മാത്രം മതി, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് വൈദ്യപരിശോധനാ ഫലം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുലിന് ഇനിയിപ്പോൾ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത എത്രത്തോളമാണെന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. ചുരുങ്ങുന്നു സാധ്യത എന്നുള്ളൊരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. എന്തായാലും യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയതിലെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഇന്ന് അതിനാടകീയമായി അറസ്റ്റ് ചെയ്യും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയും നാടകീയമായിട്ടുള്ള സംഭവങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ എന്താണ് ജാമ്യ ഹർജിയിൽ വിധിയെന്ന് നമുക്കറിയാൻ സാധിക്കും. അതിലേക്ക് എത്തും മുൻപ് ഒരു ചെറിയ ഇടവേള.